പ്രിയ ദൈവജനമേ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ സുവിശേഷ വിചിന്തന വിഷയം. നിയമത്തെയോ പ്രവാചകന്മാരെയോ ലംഘിക്കാനല്ല, മറിച്ച് അവയെ പൂർത്തിയാക്കാനാണ് താൻ വന്നതെന്ന ക്രിസ്തുവിന്റെ വചനം ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാന ശിലയാണ്. ദൈവകൽപ്പനകൾ കേവലം ബാഹ്യമായ ആചാരങ്ങളല്ല, പ്രത്യുത ഹൃദയത്തിൽ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് ഉറവെടുക്കേണ്ടവയാണെന്ന് ഈ വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കട്ടെ. കൽപ്പനകളിൽ ഏറ്റവും ചെറിയവ പോലും ലംഘിക്കുന്നവർ സ്വർഗരാജ്യത്തിൽ ചെറിയവനായിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ, നീതിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു ആത്മീയതയാണ് കർത്താവായ ഈശോ ഇത്തരുണത്തിൽ നമ്മോട് ആവശ്യപ്പെടുന്നത്. നാം ദൈവഹിതത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രീതികരമായ ബലിയായി മാറുന്നു. നിയമത്തിന്റെ അക്ഷരത്തേക്കാൾ അതിന്റെ ചൈതന്യത്തിന് മുൻഗണന നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിൽ പോലും വിശ്വസ്തത പുലർത്താൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു പഠിപ്പിച്ച സ്നേഹത്തിന്റെ പുതിയ നിയമം പഴയ നിയമത്തിന്റെ പൂർത്തീകരണമാണ്. കൽപ്പനകൾ അനുസരിക്കുക എന്നതിലും ഉപരിയായി അവ അനുഭവിച്ച് ജീവിക്കുവാനാണ് നാം ഓരോ ദിവസവും ഓരോ നിമിഷവും പരിശ്രമിക്കേണ്ടത്. കർത്തൃ സാക്ഷികളായി മാറിക്കൊണ്ട് ഈ ലോകത്തിലെ സകല നിയമങ്ങളും സ്നേഹം എന്ന ഏക കൽപ്പനയിൽ അധിഷ്ഠിതമായിരിക്കണം. നമ്മുടെ വിശ്വാസ ജീവിതം മറ്റുള്ളവർക്ക് മാതൃക ആകണമെങ്കിൽ കൽപ്പനകളോടുള്ള വിശ്വസ്തത വാക്കിലും പ്രവൃത്തിയിലും ഒരുപോലെ പ്രതിഫലിക്കണം. കർത്താവായ യേശുവിന്റെ ഈ പ്രബോധനം നമ്മുടെ ആത്മീയ യാത്രയിൽ ശരിയായ ദിശ കാണിക്കുന്ന പ്രകാശഗോപുരമാണ്. ദൈവിക പ്രമാണങ്ങളെ സ്നേഹത്തോടെ നെഞ്ചിലേറ്റുമ്പോൾ നാം ദൈവത്തോട് കൂടുതൽ അടുക്കുന്നു. ഈ നോമ്പുകാലത്ത് കൽപ്പനകളെ ഭാരമായല്ല, മറിച്ച് ദൈവത്തിലേക്കുള്ള വഴികളായി കാണാൻ നമുക്ക് സാധിക്കണം. വളരെ ചിട്ടയോടുകൂടി ദൈവസന്നിധിയിലേക്ക് നീങ്ങുവാനുള്ള വഴികളായി അനുസരണത്തിലൂടെയും എളിമയിലൂടെയും സ്വർഗരാജ്യത്തിലെ വലിയവരാകാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.